ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. ചെയ്യാത്ത കുറ്റത്തിന് അപവാദം നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മുൻകോപം മൂലം സുഹൃത്തുക്കൾ അകലുകയും ചെയ്യും. രാശിഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി ഭരണി കാർത്തിക കാൽ ഉന്നത വ്യക്തികളുമായുള്ള സൗഹൃദം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റു ആൾക്കാർക്ക് വേണ്ടിയോ ആശുപത്രിയുമായി ബന്ധപ്പെട്ട വാസം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അപകട സാധ്യത ഉള്ളതിനാൽ അസമയത്തുള്ള നിങ്ങളുടെ യാത്രകളെല്ലാം ഒഴിവാക്കുന്നത് മൂലം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക പകുതി, രോഹിണി മകയിരം ആദ്യ മുക്കാൽ. വിവാഹ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം വന്നു ചേരുന്നതാണ്. മേലധികാരികളിൽ നിന്നും സൗഹൃദപരമായ സമീപനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രവർത്തന മേഖലകളിൽ വളരെയധികം ജാഗ്രത നിങ്ങൾ പാലിക്കേണ്ട ഒരു സമയമാണ്. കർമ്മരംഗത്ത് ഉണർവും ഉന്മേഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഭൂമി സംബന്ധമായ കച്ചവടത്തിലൂടെ വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം മുക്കാൽ, തിരുവാതിര പുണർദം ആദ്യ പകുതി. അസാധാരണമായ വാക്സാമർത്ഥ്യം ഉള്ള ആളുകളാണ് ഇവർ. ഭൂമി സംബന്ധമായും അഭിപ്രായ വ്യത്യാസവും നിങ്ങൾക്ക് ശത്രുതയ്ക്കും സാധ്യതയുണ്ട്. മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ദൃശ്യമാധ്യമ പ്രവർത്തന രംഗത്തുള്ളവർക്ക് വളരെയധികം അംഗീകാരം നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർദം കാൽ, പൂയം ആയില്യം. പൊതുവെ എല്ലാ കാര്യത്തിലും അലസത നിങ്ങൾ പ്രകടമാക്കും. അശ്രദ്ധ മുഖേന ബിസിനസ്സിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. നിലവിലുള്ള കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് കർക്കിടകം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മുൻകോപം കാരണം സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ഈ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം കാൽ. പുതിയ ബിസിനസ് തുടങ്ങുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മാനസിക സംഘർഷം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി. ശത്രുക്കളിൽ നിന്നും നിരന്തരമായ പീഡനം നിങ്ങൾക്ക് ഉണ്ടാകും. മുൻകോപം വളരെയധികം നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്കിനി. ദാമ്പത്തിക ജീവിതം വളരെയധികം സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരിക്കും. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം ആദ്യ പകുതി, അത്തം ചിത്തിര മുക്കാൽ. മനക്ലേശത്തിന് വളരെയധികം സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് ശത്രുക്കളുടെ ശല്യം വന്നു ചേരുന്നതാണ്. എങ്കിലും അതെല്ലാം അതിജീവിച്ച് പുരോഗതി കൈവരിക്കുവാൻ കന്നി രാശിക്കാർക്ക് സാധിക്കും. നിദ്രാഭംഗം അനുഭവപ്പെടും. ദമ്പതികൾ തമ്മിൽ കലഹിക്കാൻ ഇടവരും. മംഗള കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ്. അല്ലെങ്കിൽ വളരെയധികം ദുരിതം നിങ്ങൾക്ക് അനുഭവപ്പെടും. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര മുക്കാൽ, ചോതി വിശാഖം ആദ്യ പകുതി. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുകയും ചെയ്യും. മാനസിക സംഘർഷങ്ങൾ വളരെയധികം വർദ്ധിക്കും. പിതാവുമായോ പിതൃസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിന് അനുകൂലമായ ഒരു തീരുമാനം വന്നു ചേരുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം കാൽ, അനിഴം തൃക്കേട്ട. വിദ്യാർത്ഥികൾ ഉത്സാഹിച്ച് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്.
പിതാവുമായോ പിതൃസ്ഥാനീയരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾ മുഖേന മനസ്സമാധാനക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കേസുകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുക. വളരെയധികം അപകടങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ദാമ്പത്തിക ജീവിതം സന്തോഷപ്രദമായിരിക്കും. പിതാവിനോ പിതൃസ്ഥാനീയർക്കോ അരിഷ്ടതകൾ വന്നു ചേരും. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുന്നതാണ്. മത്സരവേദികളിൽ വിജയിക്കുവാൻ സാധ്യതയുണ്ട്. കടബാധ്യത തീർക്കുവാൻ നിങ്ങൾക്ക് പൂർവികരുടെ സ്വത്ത് വിൽക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ധനു രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം ആദ്യ പകുതി, തിരുവോണം അവിട്ടം മുക്കാൽ. ബന്ധുജനങ്ങൾ വാക്കുകൾ കൊണ്ട് മനസ്സിനെ നിങ്ങളുടെ മുറിപ്പെടുത്തുന്നതാണ്. യാത്രകൾ മുഖേന പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഗുണം വന്നു ചേരും. ഗൃഹം മോടി പിടിപ്പിക്കുവാൻ വളരെയധികം പണം ചെലവഴിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കാതിരിക്കുവാൻ വളരെയധികം നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം മുക്കാൽ, ചതയം പോരിട്ടാതി ആദ്യ പകുതി. നിങ്ങളുടെ ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകോപം നിയന്ത്രിക്കേണ്ടതുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് അപവാദം കേൾക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് കുംഭം രാശിക്കാർക്ക്. ദാമ്പത്തിക ജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും. സഹോദരങ്ങൾക്ക് ശാരീരിക അസുഖങ്ങൾ അനുഭവപ്പെടും. നയന രോഗത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി കാൽ, ഉത്രട്ടാതി രേവതി. ആരോഗ്യപരമായി ദോഷകാലമാണ് നിങ്ങൾക്ക്. ധാരാളം ചെറു യാത്രകൾ ആവശ്യമായി വരും. നിങ്ങളുടെ ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. സന്താനങ്ങൾക്ക് വിദേശത്ത് തൊഴിൽ ലബ്ധി വന്നു ചേരും. സംഗീതം, നാടകം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.